ഓക്കെ, നമുക്ക് ഇന്നത്തെ അനാലിസിസിലേക്ക് വരാം. നമുക്ക് കുറച്ച് ദിവസമായിട്ട് അനാലിസിസ് വീഡിയോസ് ചെയ്തിട്ടില്ല. ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, അതുകൊണ്ടാണ് ചെയ്യാതിരുന്നത്. ഇപ്പം നമ്മൾ ഓക്കെ ആയി, ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിനി കണ്ടിന്യൂസ് ആയിട്ട് അനാലിസിസ് വീഡിയോസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഇൻഡെക്സ് ലെവൽസ് നല്ല കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നു അല്ലേ? കൺസോൾട്ടേഷൻ ഉണ്ട്, അത് നമുക്ക് സ്ട്രൈക്ക് ലെവൽസ് വെച്ച് കറക്റ്റ്ലി അത് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും. ബാക്കിയൊക്കെ നമ്മുടെ ഡോട്ടർ ലൈൻസ് ഒക്കെ നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്ട്രൈക്കിലേക്ക് വരാം. ആദ്യമായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത് സെക്കൻഡ് ക്യാൻഡിലാണ് കേട്ടോ. ആദ്യമായിട്ടൊരു ഓപ്പർച്യൂണിറ്റി വരുന്ന സെക്കൻഡ് ക്യാൻഡിലാണ്. നിങ്ങൾ നോക്കുക, സെക്കൻഡ് പോയിന്റിൽ നമുക്കിവിടെ ഒന്ന് സൂം ചെയ്യാം. സെക്കൻഡ് ക്യാൻഡിൽ പി ഇ പൊസിഷൻ കേട്ടോ. ഇത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റിയുടെ പി ഇ പൊസിഷൻ ഇടിഞ്ഞ് അതിൻ്റെ ബോൾ ലൈൻ നല്ലൊരു സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 3 കൺഫേംഡ് ആകണമല്ലോ. ദെൻ ബാങ്ക് നിഫ്റ്റിയുടെ നമ്മൾ മറ്റ് കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും വേറെ ഒന്നും അതേസമയം ബോൾ ലൈൻസിലല്ല വന്ന് നിൽക്കുന്നത്. നമുക്ക് ഒരെണ്ണം മാത്രമേ ബോൾ ലൈനിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ഫിൻ നിഫ്റ്റിയിലേക്ക് നോക്കാം. ഫിൻ നിഫ്റ്റിയുടെ സെക്കൻഡ് ക്യാൻഡിൽ ഇത് ബോൾ ലൈൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, എന്നാലും ബോൾ ലൈനെ ടച്ച് ആയിട്ടില്ല. ദെൻ സെക്കൻഡ് ക്യാൻഡിൽ ഫിൻ നിഫ്റ്റിയിൽ യാതൊരുവിധ ഓപ്പർച്യൂണിറ്റി ഇല്ല. ദെൻ നമുക്ക് നിഫ്റ്റിയെ നോക്കാം. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ സെക്കൻഡ് ക്യാൻഡിൽ രണ്ടാമത്തെ സെക്കൻഡ് ക്യാൻഡിൽ വന്നിട്ട് നമ്മുടെ ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട്, ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിഫ്റ്റിയും അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയും സെക്കൻഡ് ക്യാൻഡിൽ ബോൾ ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട്, പി ഇ പൊസിഷൻ കേട്ടോ. നമ്മൾ ആദ്യം കാണിച്ച നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റിയുടെ സെക്കൻഡ് ക്യാൻഡിൽ ഇവിടെ വന്നിട്ട് ബോൾ ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട്, പി ഇ പൊസിഷൻ. ഇവിടെയും പി ഇ പൊസിഷൻ താഴത്തേക്ക് വന്ന് സെക്കൻഡ് ക്യാൻഡിൽ ബോൾ ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 3 കൺഫേംഡ് ആണ്. നമ്മൾ കൺഫർമേഷൻ കിട്ടുന്നതിന് മുന്നേ നമ്മളിത് കൺഫേംഡ് ആണ്, സ്ട്രൈക്ക് കൺഫേംഡ് ആകുമ്പോൾ ഇൻഡെക്സിലേക്കും കൂടെ നോക്കിയേക്കുക. ഇൻഡെക്സ് എന്തെങ്കിലും റിജക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കി ഒന്ന് കൺഫേം ചെയ്യുന്നത് കുറച്ചും കൂടി ബെറ്റർ ആണ്. കണ്ടോ, സെക്കൻഡ് ക്യാൻഡിൽ ഇൻഡെക്സിനെ നോക്കിക്കുക. ഇൻഡെക്സ് നമ്മളുടെ ബാങ്ക് നിഫ്റ്റി സെക്കൻഡ് ക്യാൻഡിൽ അതിൻ്റെ മാക്സിമം ലൈനിലാണ് നിൽക്കുന്നത്. ഓക്കെ, നിഫ്റ്റി ആണെങ്കിലും അതേസമയം മാക്സിമം ലൈനിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അതൊരു കൺഫർമേഷൻ ആണ്. ദെൻ ഇവിടെ നമ്മൾ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയൊക്കെ നോക്കുന്നതിനേക്കാൾ ബെറ്റർ സെൻസെക്സും ഫ്യൂച്ചറും നോക്കുന്നതാണ്. സെൻസെക്സ് ഫസ്റ്റ് ക്യാൻഡിലെ തന്നെ നമുക്ക് ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്യാൻഡിൽ ഇത് ഡോട്ട് ലൈനിലാണ് നിൽക്കുന്നത്, ഫ്യൂച്ചറും ഫസ്റ്റ് ക്യാൻഡിൽ ഡോട്ട് ലൈനിലാണ് നിൽക്കുന്നത്. ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നമുക്ക് ട്രേഡ് എടുക്കാം. പിന്നെ അവിടെ ഒരു നമ്മുടെ സ്ട്രൈക്കിൽ അത് കൺഫേം ചെയ്യാത്ത കൊണ്ട് നമുക്ക് സെക്കൻഡ് ക്യാൻഡിലാണ് സ്ട്രൈക്ക് കൺഫേം ചെയ്യുന്നത്. എന്നാൽ സെക്കൻഡ് ക്യാൻഡിൽ നമ്മുടെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും കൺഫേംഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെക്കൻഡ് ക്യാൻഡിലെ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. നല്ല ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്, നല്ല റിട്ടേൺ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. നമുക്ക് നിഫ്റ്റി നിങ്ങൾ നോക്കിക്കേ. സെക്കൻഡ് ക്യാൻഡിൽ നിഫ്റ്റി എടുത്തു കഴിഞ്ഞാൽ ഒരു 83 രൂപയുടെ നിഫ്റ്റി പോയിരിക്കുന്നത് 125 മുകളിൽ പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എത്രയോ ശതമാനം റിട്ടേൺ അത് കൊടുത്തിട്ടുണ്ട്. ഒരു 50% എബോവ് റിട്ടേൺ എന്തായാലും അത് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നോക്കിയിട്ട് വേണം നിങ്ങൾ ട്രേഡ് എടുക്കാനായിട്ട്. അപ്പോൾ അത് ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ട്രേഡ് ഓപ്പർച്യൂണിറ്റി വരുന്നത് എവിടെയാണ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ട്രേഡ് ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുന്നത് ഈ ഒരു ബ്ലൂ കളർ കൊടുത്തിരിക്കുന്നത് നോക്കാം. കണ്ട, ബാങ്ക് നിഫ്റ്റിയുടെ പി പൊസിഷൻ ഫസ്റ്റ് ലെവലിലാണ് നിൽക്കുന്നത്. ഇപ്പുറത്തെ പി പൊസിഷൻ നോക്കുക, അതും ഫസ്റ്റ് ലെവലിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇതിന് താഴത്തേക്ക് ഒരു ഡോട്ട് ലൈൻ കൂടെ ഉണ്ട്. നമുക്കത് കാണിക്കാൻ, സൂം ചെയ്ത് കാണിക്കാൻ കുറച്ചിട്ട് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഡോട്ട് ലൈൻ എടുക്കാത്തത്. ഇന്ന് കൺസോൾട്ടേഷൻ ആയതുകൊണ്ട് ഈ ഫസ്റ്റ് ലൈൻ വരെ വന്നിട്ടുള്ളൂ, താഴത്തേക്ക് ലൈനിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് താഴത്തെ ലൈൻ കുറച്ച് താഴെയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടം വരെ എടുത്തിട്ടുള്ളൂ കേട്ടോ. സ്ക്രീൻഷോട്ട് എടുത്തപ്പോൾ ഇവിടം വരെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ലൈനിലാണ് നിൽക്കുന്നത്. ദെൻ ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലൈനിൽ ബാങ്ക് നിഫ്റ്റിയിൽ 2 ഫസ്റ്റ് ലൈനിലാണ് നിൽക്കുന്നത്. നിഫ്റ്റിയിൽ അതേസമയം ഒന്നും തന്നെ ഫസ്റ്റ് ലൈനിലല്ല നിൽക്കുന്നത്. ഫിൻ നിഫ്റ്റി നോക്കുമ്പോൾ ഒരെണ്ണം ഫസ്റ്റ് ലൈനിൽ വന്നിട്ടുണ്ട് കണ്ടോ. ഓക്കെ, അപ്പോൾ ആ ട്രേഡ് കൺഫേംഡ് ആണ്. പി ട്രേഡ് അവിടെ കൺഫേംഡ് ആണ്. എത്രാമത്തെ, ബാക്കിൽ നിന്ന് 8th ക്യാൻഡിലാണ് കണ്ടോ. ബാക്കിൽ നിന്ന് 8th ക്യാൻഡിൽ അത് കൺഫേംഡ് ആണ്. പി ട്രേഡ് നമുക്ക് കൊടുക്കാം, നല്ല റിട്ടേൺ അവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ 8th ക്യാൻഡിൽ നമ്മളുടെ ഇവിടെ നോക്കുക, നമ്മളുടെ ഇൻഡെക്സ് ലെവൽസിൽ നോക്കിക്കേ. ഇൻഡെക്സ് ലെവൽസിൽ അതേസമയം 8th ക്യാൻഡിൽ ഫസ്റ്റ് ലെവലിലാണ് നിൽക്കുന്നത് കണ്ട. ഫിൻ നിഫ്റ്റി നമ്മുടെ നിഫ്റ്റി അതുപോലെ തന്നെ സെൻസെക്സും ഒക്കെ സെൻസെക്സ് ഡോട്ട് ലൈനിലാണ്. നിഫ്റ്റി ആണെങ്കിൽ ക്രോസിംഗ് ലെവൽസിലാണ്. സോ അത് റിജക്ഷൻ പോയിൻറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമ്മുടെ ഇൻഡെക്സുകളും ഒരു റിജക്ഷൻ കാണിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത ട്രേഡ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിന് മുന്നേ പറയേണ്ടതായിരുന്നു, മൂന്നാമത്തെ ക്യാൻഡിൽ. നമുക്ക് ആദ്യത്തെ തന്നെ മൂന്നാമത്തെ ക്യാൻഡിൽ ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നത് ഫിൻ നിഫ്റ്റി നോക്കിയാൽ മൂന്നാമത്തെ ക്യാൻഡിൽ ബോർഡർ ലൈനിലാണ് വരുന്നത്. ദെൻ
അതേസമയം മൂന്നാമത്തെ ക്യാൻഡിൽ ഇതാ നിഫ്റ്റി താഴത്തെ മൂന്നാമത്തെ ക്യാൻഡിൽ ബോൾ ലൈൻ വന്നിട്ടുണ്ട് കണ്ടോ. ഓക്കെ, മൂന്നാമത്തെ ക്യാൻഡിൽ ബോൾ ലൈൻ വന്നിട്ടുണ്ട്. ദെൻ ബാങ്ക് നിഫ്റ്റിയിൽ മൂന്നാമത്തെ ക്യാൻഡിൽ ബോൾ ലൈൻ ഇല്ല. അപ്പോൾ നമ്മുടെ നിഫ്റ്റിയിൽ ഒരെണ്ണം, ദെൻ ഫിൻ നിഫ്റ്റിയിൽ ഒരെണ്ണം അല്ല, രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. അതെ, ഇവിടെ ഫിൻ നിഫ്റ്റിയുടെ സി പൊസിഷനും ഇറങ്ങി വന്നിട്ട് ബോൾ ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട്. പി പൊസിഷൻ കയറി ബോൾ ലൈൻ ടച്ച് ചെയ്തിട്ടില്ല, ചെറിയ ഡിഫറൻസേ ഉള്ളൂ. തൊട്ടടുത്ത ക്യാൻഡിൽ ടച്ചിങ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇത് നമ്മൾ ഇൻഡെക്സിലേക്ക് നോക്കി ആദ്യത്തെ മൂന്നാമത്തെ ക്യാൻഡിൽ നമുക്ക് യാതൊന്നും ഇൻഡെക്സ് വെച്ചിട്ട് ഉറപ്പിക്കാൻ പറ്റില്ല മൂന്നാമത്തെ ക്യാൻഡിൽ. പക്ഷേ തൊട്ടടുത്ത ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ കണ്ടോ, ഓക്കെ, ഇവിടെ വന്ന് ഡോട്ടർ ലൈനിനെ ടച്ച് ചെയ്യുന്നുണ്ട്. ദെൻ ഇവിടെയും ഡോട്ടർ ലൈനെ ടച്ച് ചെയ്യുന്നുണ്ട്. സെൻസെക്സും അതുപോലെ ഫ്യൂച്ചറും ഒരേ സമയം 4 വന്നിട്ട് ഡോട്ടർ ലൈനെ ടച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലിൽ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ തീരട്ടെ എന്ന് കരുതി വെയിറ്റ് ചെയ്ത് ഇത്രയും പോയിട്ടുണ്ടത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് മൂന്നാമത്തെ ക്യാൻഡിൽ നമുക്ക് എന്താണ്, മൂന്നാമത്തെ ക്യാൻഡിൽ തന്നെ സ്ട്രൈക്ക് നമുക്ക് ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട്. പക്ഷേ ഇൻഡെക്സുകൾ ഓപ്പർച്യൂണിറ്റി തരുന്നത് മൂന്നാമത്തെ ക്യാൻഡിലും കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ്സ് കൂടെ എടുത്തിട്ടുണ്ടാകും. ആ ഒരു സമയത്ത് ഇൻഡെക്സിൽ നമുക്ക് കൺഫർമേഷൻ ഉള്ളൂ. വേണമെങ്കിൽ ആ ഒരു ട്രേഡ് നമുക്ക് എക്സിറ്റ് ചെയ്യാം, വേണ്ടാന്ന് വെക്കാം. പക്ഷേ സ്ട്രൈക്ക് ലെവൽസ് നോക്കിയിട്ട് ആ ഒരു ട്രേഡ് ആക്റ്റീവാണ്. നമുക്ക് മൂന്നാമത്തെ ക്യാൻഡിൽ ട്രേഡ് എടുക്കാൻ പറ്റും. നമുക്ക് ബോൾ ലൈൻ ടച്ച് ചെയ്ത് റിജക്ഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു സി ട്രേഡ് എടുക്കാം, നമുക്ക് നല്ല റിട്ടേൺ അവിടെയും തന്നിട്ടുണ്ട്. എല്ലാം 50% അബോവ് റിട്ടേൺ തന്ന ട്രേഡുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ ട്രേഡുകളിലേക്കൊക്കെ എൻട്രി ചെയ്യാം. അതിനുശേഷം ഒരു കൺസോൾട്ടേഷൻ ആണ് വരുന്നത്. കൺസോൾട്ടേഷൻ വരുമ്പോൾ കൺസോൾട്ടേഷൻ ആണോ അല്ലെന്ന് നമുക്ക് കൂടുതലായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇൻഡെക്സിലേക്ക് നോക്കുക. ഇൻഡെക്സിലേക്ക് നോക്കിയിട്ട് ഫ്യൂച്ചറും സെൻസെക്സും ഒരേപോലെ വരുന്നില്ല എങ്കിൽ അത് കൺസോൾട്ടേഷൻ ആയിരിക്കാം. ഓക്കെ, ഫ്യൂച്ചറും സെൻസെക്സും ഒരേപോലെ വരികയും അതുപോലെ നമുക്ക് സ്ട്രൈക്ക് ലെവൽസിൽ ഓപ്പർച്യൂണിറ്റി വരികയും ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് ആ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാം. എന്നാൽ അത് വരാതിരിക്കുന്ന സാഹചര്യത്തിൽ കൺസോൾട്ടേഷൻ ഉണ്ടാക്കാം. ഇതേ നോക്കിക്കേ, ഫ്യൂച്ചറൊക്കെ നമുക്ക് ഇവിടുന്ന് ഒരേപോലെ വന്നിട്ടുണ്ട്. ഈ ഒരു പോയിന്റിൽ ഒരേപോലെ വന്നിട്ടുണ്ട്. ഈ പോയിന്റിലേക്ക് നമുക്ക് ട്രേഡ് എടുത്ത് ഇത് ഈ ഒരു ക്യാൻഡിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഒരു പി ട്രേഡൊക്കെ തന്നിട്ടുള്ളതാണ്. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, എനിക്ക് അത് നല്ല റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. ഇന്നൊരു 20% റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇതാ ഫ്യൂച്ചർ മുകളിലേക്ക് പോയി, സെൻസെക്സ് ഡോട്ടർ ലൈൻസിൽ താഴെയുമാണ്. ഒരേപോലെ ഇത് ഒരേപോലെ വരുന്നില്ലാത്ത ഒരു സാഹചര്യത്തിൽ അത് കൺസോൾട്ടേഷൻ തന്നെ കാണിക്കാനായിട്ടുള്ള സാധ്യതകൾ ഒരു കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നോക്കി കൺസോൾട്ടേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സ്ട്രൈക്ക് ലെവൽസിൽ പിന്നെ ഒരേപോലെയുള്ള ലെവൽസ് നമുക്ക് ട്രേഡുകളൊന്നും ആക്റ്റീവ് ആയിട്ടില്ല. നമുക്ക് പിന്നീട് നമുക്കിത് ഇവിടെയൊക്കെ നമുക്കിത് നോക്കിക്കേ, ഇവിടെ സി പൊസിഷൻ ബോൾ ലൈനിൽ നല്ലൊരു സപ്പോർട്ട് എടുക്കുമ്പോൾ ഇവിടെ അതേസമയം പി പൊസിഷനും ബോൾ ലൈനിൽ സപ്പോർട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കൺസോൾട്ടേഷൻ ആണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ സ്ട്രൈക്ക് ലെവൽസ് വെച്ച് നമുക്ക് നല്ല രീതിയിൽ ട്രേഡുകൾ എടുക്കാൻ പറ്റും. സ്ട്രൈക്ക് ലെവൽസ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് കോൺടാക്ട് ചെയ്യാം. ഇൻഡെക്സ് ലെവൽസ് ഫ്രീ ആണ്, അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. സ്ട്രൈക്ക് ലെവൽസ് വേണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് കോൺടാക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് വൈസ് നിങ്ങൾ മില്യനേഴ്സ് ഗ്രൂപ്പിലേക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. ഈ ഒരു നമ്മുടെ ഇൻഡെക്സ് ലെവൽസ് അവിടെ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യാം. ഓക്കെ, സ്ട്രൈക്ക് ലെവൽസ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മളെ സെപ്പറേറ്റ് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ.